ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ അഭിഷാൻ ജീവിന്ദ് എന്ന് പറഞ്ഞ പുതുമുഖ സംവിധാനം ചെയ്ത ശശികുമാർ നായകനായ ടൂറിസ്റ്റ് ഫാമിലി തമിഴ്നാട്ടിൽ നല്ല രീതിയിലുള്ള ഒരു ഫാമിലി ഓഡിയൻസിന്റെ ഒരു തള്ളിക്കയറ്റൽ സിനിമയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. സിനിമ നല്ല രീതിയിലുള്ള ഒരു ഫീൽ ഗുഡ് സിനിമയാണെന്നാണ് അറിയാൻ സാധിച്ചത്. സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട്. കേരളത്തിൽ നിന്ന് സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലി ഓഡിയൻസ് തള്ളിക്കയറുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് വെളി വന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് തന്നെ 3.5 കോടി രൂപയാണ് സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് നെറ്റ് കളക്ഷനായി നേടാൻ സാധിച്ചത്. അതൊരു ശശികുമാർ ചിത്രം എന്നുള്ള നിലയിൽ അതൊരു നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷനാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. രണ്ടാമത്തെ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ഗെയിം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന, അതായത് RDXന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ദുൽഖർ സൽമാൻ, ആന്റണി പെപ്പ എന്നിവർ വേഷമുള്ള സിനിമയാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ളത് പോലെ മമ്മൂട്ടിയുടെ അസുഖത്തിന്റെ ഭാഗമായി സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തി ഒരു മകന്റെ കടമകൾ നിറവേറ്റുവാൻ വേണ്ടി ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ അടുത്തായിരുന്നു. ഇപ്പോൾ വീണ്ടും ഷൂട്ടിംഗ് പുനരാരംഭിച്ച് കഴിഞ്ഞു. അതിന്റെ പൂജയൊക്കെ നടന്നു കഴിഞ്ഞു. നമ്മുടെ ആന്റണി പെപ്പെ തിരുവിളക്കൂളത്ത് അതിന്റെ പൂജ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം വെളി വന്നിട്ടുണ്ട്. അപ്പം ആ സിനിമ ഒരു വലിയ വിജയമാകാനുള്ള സിനിമയാണ് ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ. അതായത് ആ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ളൊരു കഥയുണ്ട് എന്നാണ് ഇൻഡസ്ട്രിക്ക് അകത്തു നിന്നുള്ള ടോക്ക്. എന്ന് വെച്ചാൽ ആ സിനിമ നമുക്കൊരു പുതിയൊരു ജേണറിലായിരിക്കും നമുക്ക് വെളിയിൽ വരാൻ പോകുന്നത്. അതൊരു ആക്ഷൻ ഗെയിം ത്രില്ലർ എന്നൊക്കെ പറയുമെങ്കിൽ അതിനേക്കാളും ഉപരി അതിന് പ്രത്യേകതയുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഫാക്ടേഴ്സ്, അതിനകത്തോട്ട് കുറേ താരങ്ങൾ, നമുക്ക് പ്രതീക്ഷിക്കാത്ത താരങ്ങൾ ആ സിനിമയിൽ വന്നു ചേരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ മൂന്നാമത്, ഇതാണ് എൻ്റെ ഇന്നത്തെ ഈ മാരത്തോൺ അപ്ഡേറ്റ്സിലെ മെയിൻ അപ്ഡേറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജനപ്രിയ നായകനായ ദിലീപ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, കുറേ ആയല്ലോ തിരിച്ചു വരവ്, ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് തിരിച്ചു വരവ്. ഞാൻ അവസാനമായിട്ട് ഒരു സിനിമയെ പുകഴ്ത്തി പറഞ്ഞത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടരുമെന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അതൊരു ത്രില്ലർ സിനിമയായിരുന്നു. ആ സിനിമയെ ഞാൻ പുകഴ്ത്തി പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നു ഇതുപോലെ നീ മോഹൻലാലിന്റെ സിനിമയെ തള്ളിക്കയറ്റി വെച്ചിട്ട് അവസാനം സിനിമയ്ക്ക് മോശം അഭിപ്രായം വരാൻ, അല്ലെങ്കിൽ ആവറേജ് എന്ന് കേട്ട് കഴിഞ്ഞാൽ പൊട്ടാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ തള്ളിക്കയറ്റി വെക്കുന്നത് നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയ ടോക്ക് അനുസരിച്ച് ആ സിനിമയുടെ തിരക്കഥ അതിഗംഭീരമായിട്ടുള്ള തിരക്കഥയായിരുന്നു. അതെനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ അതിന്റെ തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഇപ്പം ഞാൻ പറയുന്നു, പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ ദിലീപ് തിരിച്ചു വരുന്നു. ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞ സ്ഥാനം തിരിച്ചു നേടുവാനായി ദിലീപ് ഉറപ്പായും തിരിച്ചു വരുന്നു. ഉറപ്പ്. ഈ സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഹാസ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തിരക്കഥയാണ്. ദിലീപിന്റെ കുറെ ഇടയ്ക്കുള്ള വളിപ്പ് സിനിമകൾ പോലെ ആയിരിക്കില്ല പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ലിസ്റ്റൻ സ്റ്റീഫൻ ആണെന്നുള്ള കാര്യം അറിയാം. ഒരു മിനിമം ഗ്യാരണ്ടി ഇല്ലാതെ ഒരു ചിത്രവും ലിസ്റ്റൻ സ്റ്റീഫൻ എടുക്കൂല. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ സിനിമയിൽ എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ലിസ്റ്റൻ സ്റ്റീഫൻ ദിലീപിനെ പിടിക്കേണ്ട ആവശ്യമില്ല. ലിസ്റ്റൻ സ്റ്റീഫൻ ഇതിന്റെ ഉദ്ഘാടന വേദിയിൽ പറഞ്ഞത്, ദിലീപിനെ കുറിച്ച് പറഞ്ഞു, ഈ സിനിമ ദിലീപിന് ചെയ്യേണ്ട വേഷമാണ്. അതുകൊണ്ടാണ് ദിലീപിനെ പുള്ളി സമീപിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ദിലീപിന്റെ സിനിമ കാണാൻ പോകാത്ത ആൾക്കാരുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ സിനിമയാണ് കാണാൻ പോകുന്നത്, അല്ലാതെ അയാളുടെ വീട്ടിലല്ല നമ്മൾ വേറെ പോകാൻ പോകുന്നത്. ഒരു സിനിമയിൽ 100 കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സിനിമ നമ്മൾ കാണുന്നില്ല എന്ന് വയ്ക്കുമ്പോഴത്തേക്ക് അതൊരു വലിയ, നിങ്ങളിപ്പോൾ ഒരു കുറ്റാരോപിതനാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഒരു സ്ഥലത്തും ജോലിക്കെടുത്തില്ല, വേണ്ട അവൻ കുറ്റാരോപിതനാണ്, അവനെ ജോലിക്കെടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥയായിരിക്കും. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. തെറ്റ് ചെയ്തെങ്കിൽ കോടതി ശിക്ഷിക്കും, നമ്മളല്ല ശിക്ഷിക്കേണ്ടത്, സമൂഹമല്ല ശിക്ഷിക്കേണ്ടത്. ഒരു മനുഷ്യനെ തെറ്റ് ചെയ്താൽ കോടതിയാണ് ശിക്ഷിക്കേണ്ടത്. നമ്മൾ അങ്ങനെ മാത്രം കണ്ടാൽ മതി. പുള്ളിയുടെ തെറ്റും ശരിയല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളൊരു സിനിമയായിട്ട് എടുക്കുക. പുള്ളി അല്ലെങ്കിൽ വേറൊരാൾ ആരാണ് നായകൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സിനിമ നമുക്ക് രസിക്കാൻ പറ്റുമോ അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഒരു സിനിമാ സ്നേഹി എന്നുള്ള നിലയിൽ നമ്മൾ ആരാണ് അഭിനയിച്ചതെന്ന് നമ്മൾ നോക്കുന്നതിനോടൊപ്പം തന്നെ സിനിമയിൽ ബാക്കിയുള്ള എത്രയോ ആൾക്കാർ അഭിനയിച്ച സിനിമയാണ്, എത്രയോ പേരുടെ കഷ്ടപ്പാടാണ് സിനിമയെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിന്റെ കുഴപ്പമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തോ ആയിക്കൊണ്ട് പുള്ളി ശിക്ഷിക്കുകയാണെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ. അപ്പോൾ പുള്ളി സിനിമയിൽ അഭിനയിക്കില്ല, പുള്ളി അകത്ത് കിടക്കട്ടെ. അല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയില്ല. നമുക്ക് ഇപ്പോൾ പുള്ളിയെ വെള്ളം പൂശാൻ വേണ്ടി അല്ല ഈ ചാനൽ. ഈ സിനിമ ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി വെച്ചോ, ഈ സിനിമ എന്ന് പറയുന്നത് ദിലീപിന്റെ തിരിച്ചുവരവായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ തുടരും എന്ന് പറഞ്ഞ സിനിമയാണ്, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സിനിമ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ദിലീപിന്റെ ഒരു വൻ തിരിച്ചുവരവായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നിങ്ങൾ അടിവരയിട്ട് സൂക്ഷിച്ചു വെച്ചോ. ഇത് ഇവിടുത്തെ വാക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.